നിയമം ഈ സൈഡ് കൂടാ വലതാ ഇടതാ വലതാ മറ്റേ സൈഡിൽ കൂടെ നേപ്പാട് കൈ വെക്കുക വലതിൽ കൈ നോക്കി പറഞ്ഞു വരുന്നില്ലേ ആ ഗുഡ് ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കുന്ന നേപ്പാട് കൈ വെക്കുക 1 2 3 4 5 6 ലെഫ്റ്റ് സൈഡ് ഇനി രണ്ടിനും പൊക്കാത്തൊരു നോക്കിക്കേ ആദ്യം ബുക്കില്ല ഗുഡ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഗുഡ് 1 2 ഇവരാണ് ഈ ആശുപത്രിയുടെ സമ്പത്ത് അതല്ല ഇടതുപക്ഷം കഴിക്കുന്ന ആശുപത്രി നിങ്ങൾ ഇടതുപക്ഷം പിടിക്കാവോ കരിങ്കാരികളാണ് അല്ലേ വാക്ക് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി റോഡ് വാഹനം ലെഫ്റ്റ് സൈഡ് ഉടനെ ഇടിക്കുമ്പോൾ നേരിട്ട് കാണാം അതിന്റെ പുറത്തൊന്നും ഇടിക്കൂ നമ്മൾ തെറ്റിച്ചടക്കുന്നതുകൊണ്ടാണ് ഈ ഫോണിക്കുന്നത് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് എന്തിനെ കാണിക്കുന്നത് ഭയങ്കര ബുദ്ധിയാണ് നമുക്ക് തന്നെ കാണിക്കുന്നത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നത് ഇയാളെ കൂടുതലായിട്ട് ഞാൻ കേട്ടത് മലസൈഡിലൊക്കെ ഒന്ന് ഫോണിക്കേണ്ട ആവശ്യമുണ്ടോ ദൂരെ നിന്ന് കാണുമ്പോഴാണ് നമ്മൾ നെഞ്ചി കൂടെ കയറി പോകുന്നല്ലേ അപ്പൊ നിയമങ്ങൾ ആർക്ക് വേണ്ടിയാ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആര് പാലിക്കണം ഓരോ അപകടത്തിലും നമ്മുടെ കാലക്ഷേക്കരോട്ട് നമ്മൾ റോഡെടുക്കുന്ന കാര്യം വണ്ടി നിർത്തി തൊട്ടടുത്ത് നമ്മളെങ്ങനെ നേരെ ഒരേ വണ്ടി ഇടിച്ചിരുന്നെങ്കിൽ ആലോചിക്കുമ്പോൾ അടുത്ത അല്ലേ സ്വർണ്ണോ ഇതിനൊക്കെ ഡ്രൈവർ ആ കുട്ടി ഇടിച്ചിരുന്നെങ്കിൽ അടുത്ത രണ്ട് ഡ്രൈവ് സിസ്റ്റം ഉണ്ടായി ഇവരുടെ അടുത്ത ഡ്രൈവ് അടുത്ത 4 ഇനി അടുത്തുന്നവരായിരിക്കും ചവറയിലോ കാക്കുന്നവരായിരിക്കും അല്ലേ എവിടെ തുടങ്ങി അങ്ങോട്ടും ശരീരം മക്കളെ റോഡെന്ന് പറഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാറാണോ ഏതിയിൽ ഉപയോഗിക്കാറാണ് എന്ത് ചെയ്യണം മറ്റുള്ളവർക്കൊന്ന് ശരിയാവോ അതോ മോനെ ഞാൻ ശരിയല്ല നീ അപ്പുറത്തെ വീട്ടിൽ തോമസിനെ കണ്ട് പഠിക്കാൻ പറയാൻ പറ്റുമോ അപ്പം നമ്മള് മാറണം അല്ലെ നിങ്ങൾ ലേറ്റായിട്ട് പോകും നിങ്ങൾ ചെയ്യുന്ന കൂടി അപ്പൊ ആ വെപ്രാളത്തിന്റെ കൂടി എന്ന് പറഞ്ഞാൽ അവൻ എന്ത് പറയും ആ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് 2 കണക്കിന് തെറ്റിന്ന് പറയും സ്വർണ്ണം നമ്മളെ റോഡ് മോഡലാണ് വേണോ വേണ്ടി വേണം എന്ത് പറഞ്ഞു പറയാം വെളിപ്പറങ്ങളൊന്നും വേണ്ട എന്താ പറ ഇങ്ങനെ അവിടെ നിന്ന് കേൾക്കുന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയാം പറ പറഞ്ഞോ അവിടെ നിന്ന് അപ്പം കറക്റ്റായി രാവിലെ എഴുതിക്കാം അപ്പം നമ്മൾ പറഞ്ഞത് ശ്രീമതി അമ്മയുടെ ടീച്ചറെ വിളിച്ചു പറഞ്ഞു തരുന്നു സ്വർണ്ണം എഴുതി മടുത്തൊക്കെയായിരുന്നു ആരാ എഴുതി മടുത്തവരും ആരാ ആ കറക്റ്റ് എന്താ പേര് ശ്യാമിലി ഭർത്താവാണ് കറക്റ്റാ ഭാര്യമാരെ കിടികൊള്ളുമ്പോഴത്തേക്ക് വിളിച്ചു നാട്ടിലെ കിടി കൊള്ളുന്നതിന് വിളിച്ചു നാട്ടുകാരെ ഓടുവാനും തല്ലിപ്പോയിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ കിടികൊള്ളും വായന വിളിച്ചു നാട്ടുകാരെ അറിയാം നെഞ്ചത്ത് കയറിയിട്ട് ഇടിക്കുന്ന പറയുന്നത് നെഞ്ചത്ത് പെൺകുട്ടികളും പ്രായമുള്ള അന്ന് പറഞ്ഞു എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് അല്ലിയാണ് പറയുന്നത് അങ്ങനെയാണ് തോക്ക് പിടിക്കുന്ന പിടിയില്ല അതൊരു ആശ്വാസമാണ് ഇത് ഞാൻ എൻ്റെ ദേഷ്യം തെറ്റുന്ന അവൾ പറയാ അന്ന് എന്റെ കാര്യം തന്നെയാണ് പറയുന്നത് ഞാൻ എന്താ പ്രശ്നം ചോദിക്കത്തില്ല ഞാൻ പറയും മോനെ അല്ലെങ്കിൽ മോളെ ഇതേ പ്രായത്തിൽ ഇതിനൊക്കെ ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക അവൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നീ എന്ത് ചെയ്യും നിങ്ങൾക്ക് പോയി കുറച്ചൊരു ആലോചിച്ചിട്ട് പറയാ തനിക്ക് എനിക്കൊരു ആരും പറഞ്ഞതിന്റെ ആവശ്യമുണ്ടോ എന്റെ ഇങ്ങനെ വിളിച്ചാൽ മതിയോ അവൻ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് അവൻ ഇന്നത്തെങ്ങനെ പെരുമാറണം മറ്റൊരു ആംഗിൾ പഠിക്കുമെന്ന് എല്ലാത്തിനും പരിമാറും നോക്കിക്കോ എത്ര നോക്കാതെ നോക്കിക്കോ എന്തെന്റെ ഷേപ്പ് ചതുരോ ചതുരമായിട്ട് കാണുന്നുണ്ടോ ദീർഘമായിട്ടാണോ ഇപ്പൊ കാണുന്നത് ആണോ ചതുരമായിട്ടാണോ കാണുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചതുരാവുന്നുണ്ട് ഇപ്പൊ എന്തൊക്കെ കാണുന്നേ എന്തൊക്കെ കാണുന്നത് ഇപ്പം ലൈനായിട്ട് അല്ലേ ആണോ ആ എനിക്ക് ആര് പറഞ്ഞാൽ ശരി
രണ്ട് ശരി വെക്കാം. Everybody is writing there and അവരുടെ കാഴ്ചപ്പാട് അവരേക്ക് വന്ന് എന്തുകൊണ്ട് തിരിച്ചു വരാൻ പറഞ്ഞു? നീ വരുന്നൊരു തലമുറയ്ക്ക് മലിനമായ ജലാശയം ഭൂമിയും അനലു കിട്ടാൻ അവസിലാണ് ഇവിടെയെല്ലാം മലകളും വരണ്ടുപുഴകൾ സർവവും. ഞാൻ ഇതുവരെ ചൊല്ലാറുണ്ട്. ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഈ കണ്ടുപിടിച്ചിടാൻ ഇളിയപാടിയ പാട്ടുകൾ ഒക്കെ നിരത്തി കേൾപ്പത് കുത്തിത്തരത്തിന്റെ നിലവിൽ അനുഭവം. ഞാൻ നടക്കാൻ രാവിലെ ആളുകൾ എന്താ ബഹളം അന്തികളുടെ കാക്ക കാണാൻ ഞാൻ എന്നും ഭക്ഷണം കഴിക്കുന്നതിനും കാക്ക കിട്ടുന്നത് ഒന്നും ചെയ്തിരിക്കും. വിഷമത്തെ കൊണ്ട് അറിയുന്നില്ല. പദ്ധതി വായിക്കില്ലേ? 10 വണ്ടിയിൽ കഞ്ചാവ് വെച്ച് ഭാര്യ പാമ്പിനെ കൊണ്ട് കുത്തിക്കുന്നു. ഇല്ലേ? കടലിൽ മുന്നിൽ കിടന്നാൽ രക്ഷപ്പെടും. ഞാനൊക്കെ ചെയ്തിട്ട് കൊടുത്തത് കാക്ക കാണുന്നില്ല. കാക്ക വരാത്ത 2 കാര്യം. കാക്കയുടെ എണ്ണം കുറഞ്ഞു. പിന്നെയോ കാക്കയ്ക്ക് വഴി ഡെലിവറ്റം ഭക്ഷണം ചിക്കൻ ഫ്രൈ ഒക്കെ കടയിൽ വിടാൻ നാളെ ഓണത്തെ ദോശ കാണാത്ത പദ്ധതിയും കാണുന്നു. മക്കൾ അവരും രക്ഷപ്പെടും. ഇനി അതിന്റെ അടുത്ത തലമുറ അതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ല. സ്വന്തം മക്കളൊക്കെ അവന് അടുത്ത തലമുറയെ പറ്റിയുള്ള ചിന്തയില്ല. നമ്മുടെ പൂർവ്വ അപ്പൂപ്പൻ അവരൊക്കെ അല്ലേ ഒരു സ്ഥലം വിൽക്കൂല. സ്വാർണോ അടുത്ത തലമുറയൊക്കെ വിൽക്കും വന്നില്ല. അവരായിട്ട് ചെയ്യുന്നു. ആരോഗ്യ ചിന്തയില്ല. സ്വന്തം അപ്പൂപ്പന്റെ അമ്മയുടെ പേര് അവന് കൈ കൊടുക്കുക. അപ്പൂപ്പന്റെ അമ്മയുടെ പേര് 4 പേരുടെ പേര് പറയണം. 4 പേരുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അമ്മയുടെ അച്ഛൻ്റെ തെറ്റിപ്പറഞ്ഞ കുടുംബം അങ്ങനെയുള്ള ആലോചിക്കുക. സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ പേരുള്ള സ്വന്തം അമ്മയുടെ അമ്മയുടെ പേരുള്ള സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അറിയോ ആലോചിക്കുകയാണ്. ഇനി അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് കൈ 8 പേരുടെ പേര് അറിയാം. ഇല്ല, അതായത് സ്വന്തം അച്ഛൻ്റെ അറിയുക. മൂന്നാമത്തെ തലമുറയെ പറ്റി അറിഞ്ഞില്ല. ഇനി ഞാൻ പറയുന്ന അറിയാമെങ്കിൽ കൈപ്പറ്റില്ല കേട്ടാ. രാഹുൽ ഗാന്ധി അറിയാം. രാഹുൽ ഗാന്ധി അച്ഛൻ്റെ പേര് അറിയാം. എന്താണ്? വെരി ഗുഡ്. രാഹുൽ ഗാന്ധി അച്ഛൻ്റെ അമ്മയുടെ പേര് അറിയാം. വണ്ടർഫുൾ. രാഹുൽ ഗാന്ധി അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേര് അറിയാം. രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേര് അറിയാം. നെഹ്റുവിന്റെ അച്ഛൻ്റെ പേര് മോത്തിലാൽ നെഹ്റു. വെരി ഗുഡ്. പലരുടെ അപ്പൂപ്പന്റെ എന്താ കാര്യം? എന്തുകൊണ്ട് അവരെ കൊണ്ട് പഠിപ്പിച്ചു? അവരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. തമിഴ് കുഞ്ഞു മുസ്ലിയാർ അറിയാം.